പരസ്യം കൊടുക്കും, വണ്ടിയുടെ പുറത്തൊട്ടിക്കുന്ന പരസ്യം. ഈ പരസ്യം സാധാരണ വലിയ വലിയ കമ്പനികൾ കൊടുക്കാറുണ്ട്. KSRTCയിലെ ചില ജീവനക്കാർ പിടിച്ചുകൊണ്ടിരുന്നുണ്ട് പരസ്യം. അപ്പോൾ ഈ കമ്പനികൾ കൊടുക്കുമ്പോൾ ഇവന്മാർ കുത്തക കമ്പനിയാണ്. ഇവന്മാർ കഴിഞ്ഞ ഒരു 7-8 കൊല്ലമായി KSRTC കോടാനുകോടിയുടെ നഷ്ടം ഉണ്ടാക്കുകയാണ്. കാരണം ഇവന്മാർ ടെൻഡറിൽ പങ്കെടുക്കുക, എടുത്ത് വെച്ച് കള്ളക്കേസ് ഉണ്ടാക്കി കോടതിയിൽ പോയി ഇത് നടത്താതിരിക്കുക, അതിൽ പൈസ അടിക്കുക. അങ്ങനെ KSRTCക്ക് കഴിഞ്ഞ ഒരു 6-7 വർഷത്തിനിടയിൽ ഒരു 65 കോടി രൂപയെങ്കിലും ഈ വകയിൽ നഷ്ടമുണ്ട്. അപ്പം ഞാൻ മന്ത്രിയായിട്ട് വന്നതിന് ശേഷം പല ടെൻഡർ വിളിച്ചു. ഈ ടെൻഡർ വിളിച്ചാൽ യവന്മാർ സ്ഥിരമായി കുറച്ച് ആൾക്കാർ പല പേരുകളിൽ അവന്മാർ പങ്കെടുക്കും. യവന്മാർ കള്ളക്കേസുകൾ ഉണ്ടാക്കി കോടതിയിൽ കേസ് എല്ലാവരും. അപ്പോൾ അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ് അവന്മാരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ടെൻഡർ ചെയ്യുമ്പോൾ വീണ്ടും വരത്തില്ല. അവന്മാർ സംഘം ചേർന്ന് വരാതിരിക്കുക. ടെൻഡറിൽ ആരും പങ്കെടുക്കില്ല, സംഘം ചേർന്ന് വരാതിരിക്കുക. സംഘം ചേർന്ന് വരാതിരിക്കുക. അവനെ വിറ്റ കാശ് നമ്മളെ പോക്കറ്റിൽ കിടപ്പുണ്ട്. നമ്മൾ പത്തനാപുരത്തെ MLA ആണ്. ഞാൻ എന്താ ചെയ്തെന്നറിയാം? അടുത്ത പരിപാടി വരുന്നു. ഏതൊരു ചെറുപ്പക്കാർക്കും KSRTCയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എംപാനൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പരസ്യം പിടിക്കാം. നിങ്ങൾ പിടിച്ചുകൊണ്ട് വരുന്ന പരസ്യത്തിന് ഒരു നിശ്ചിത ശതമാനം അപ്പം തന്നെ കൈ തരും. 1 ലക്ഷം രൂപ പരസ്യം കൊണ്ടുവന്നാൽ 15% നിങ്ങളുടെ കമ്മീഷൻ എങ്കിൽ 15,000 രൂപ ആ ക്യാഷ് ബാങ്കിൽ വരുന്ന ദിവസം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് മാറ്റി തരും. കേരളത്തിലെ 1000-കണക്കിന് 10,000-കണക്കിന് ചെറുപ്പക്കാർക്ക് KSRTCയിൽ പരസ്യം പിടിച്ച് ജീവിക്കാം. കാരണം ഇൻഷുറൻസ് ഏജൻസി നടത്തുന്നവരുണ്ട്. അവർ ഇൻഷുറൻസ് പിടിച്ചാൽ കമ്മീഷൻ കിട്ടും, അവർക്ക് ബാങ്കിന് ഡെപ്പോസിറ്റ് പിടിച്ചു കമ്മീഷൻ കിട്ടും. അതൊന്നുമല്ല, ഇത് ഒരു തൊഴിലാണ്. നിങ്ങളിപ്പോൾ ഒരു ജുവലറി, ഇപ്പോൾ നമ്മളെ കുന്നിക്കോട് വികാസിൽ പോയിട്ട് അനിലിനെ കണ്ടിട്ട് ഒരാളൊരു പരസ്യം പിടിക്കുകയാണ്. ഞാൻ വികാസിൻ്റെ പരസ്യം ബസ്സിൻ്റെ പുറത്തൊട്ടിക്കാൻ 1 ലക്ഷം രൂപ പരസ്യം തരുന്നു. വികാസിൻ്റെ പരസ്യം ഒട്ടിക്കുന്നു. വികാസിൻ്റെ പണം അനിലിൻ്റെ ചെക്ക് എപ്പോൾ അക്കൗണ്ടിൽ വന്ന് മാറുന്നോ ആ നിമിഷം ആ കൊണ്ടുവന്ന വ്യക്തി ആദ്യം നമ്മൾ ലിസ്റ്റ് ചെയ്യും. ആദ്യം അവിടെ ഒരു എമൗണ്ട് അടച്ച് എംപാനലിൽ ചേരുന്ന പോലെ ഒരു 2,000-5,000 അടച്ച് അവിടെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത പേരിലുള്ള ആൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ആളിന് 15,000 രൂപയാണെങ്കിൽ ആ 15,000 രൂപ അടുത്ത നിമിഷം KSRTC അക്കൗണ്ടിൽ നിന്ന് മാറി കിട്ടും. ഒരാൾക്ക് പരമാവധി ശ്രമിച്ചാൽ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ വരച്ച് ഒരു 5-6 ലക്ഷം രൂപ പരസ്യം ഒരു മാസം പിടിക്കാം. അത് പിടിച്ചാൽ സ്ഥിരമായി നിങ്ങൾക്കൊരു കട കൈ കിട്ടി. ആ കടയുടെ പരസ്യം സ്ഥിരമായി കൊടുക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. 1 ലക്ഷം രൂപ പുഷ്പം പോലെ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിക്കോ ഇതുകൊണ്ട് ഉണ്ടാക്കാം. ഒരു മാസം വേണമെന്ന് വിചാരിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം രൂപ ഉണ്ടാക്കാം. ഈ തൊഴിൽദാന പദ്ധതി ഞാൻ ഇവിടെ വെച്ച് പത്തനാപുരത്തിന് മണ്ണിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. വരും ദിവസങ്ങൾ നിലവിൽ വരും. ഇതിനൊരു സോഫ്റ്റ്വെയർ 26-ാം തീയതി റെഡിയാവും. മാത്രമല്ല കുടുംബശ്രീക്ക് വണ്ടി, ഇന്ന് നിങ്ങൾ ദേശാഭിമാനി പത്രം വായിച്ചു കാണും, വണ്ടി കഴുകാനുള്ള കോൺട്രാക്ട് ഇനി കുടുംബശ്രീ കൊടുക്കുകയാണ്. ഈ മാസം അവസാനം തിരുവനന്തപുരത്ത് ആദ്യത്തെ പ്രവർത്തനം അവരാരംഭിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ പുല്ലൂർ, കൊട്ടാരക്കര, പത്തനാപുരം ഈ പ്രദേശങ്ങളിലെല്ലാം കുടുംബശ്രീ അംഗങ്ങൾക്ക് വണ്ടി കഴുകുന്ന കോൺട്രാക്ട് കഴുകിയാൽ ആ ആഴ്ചയിൽ തന്നെ പൈസ കൈ കൊടുക്കും.